ഹലോ ഗൈസ്, മൈൻഡ് റിയലിംസിൻ്റെ എപ്പിസോഡ് 3 എന്നല്ലേ എപ്പിസോഡ് 3 എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പുതിയ ബേസിലാണ്. അപ്പോൾ ഞാനും നമ്മുടെ കുറച്ച് ടീംസാണ് ഇപ്പോൾ ഈ ബേസിലുള്ളത്. ആദ്യത്തെ നമ്മളെ ബേസ് നമ്മൾ മാറി, ഇതിപ്പോൾ പുതിയ ടീമാണ്. ഈ ടീമിലുള്ളത് ഞാനുണ്ട്, ഹൈഡ്ര ഉണ്ട്, ഈബ്രോ ഉണ്ട്, പിന്നെ A2 ബ്രോ ഉണ്ട്, പിന്നെ നമ്മുടെ അശ്വിനുണ്ട്, പിന്നെ നമ്മുടെ സോൾ എന്ന് പറഞ്ഞൊരു ബ്രോയും കൂടി ഉണ്ട്. ഇതാരുടെ ബ്രോക്ക് ആരാണവർ? എന്തായാലും നമുക്ക് കത്തിച്ച് വിട്ടേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ വേൾഡിൽ വന്ന കുറച്ച് അപ്ഡേഷൻസ് കാണിച്ചല്ലാണ് ഗൈസ്. അപ്പോൾ ഇന്നൊക്കെ നേരെ വീഡിയോയിലോട്ട് വിട്ടേക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ. എന്തായാലും ഞാൻ ഹൈഡ്രനെ വിളിക്കട്ടെ. ഗൈസ്, ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ. ഇതാണ് നമ്മുടെ ടവർ. നമ്മളെ ടീമിൻ്റെ പേരെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നൈറ്റ്സ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ആണ് ഇവിടെ ഇട്ടേക്കണം ഗൈസ്. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ ഒരു ഇതുപോലെയാണ് ബേസ് വെക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് എൻ്റെ വീടെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ അതൊരു ചെറിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഇൻറ്റീരിയർ ഒന്നും പണി ഇരുന്നിട്ടില്ല. ഇത് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഉണ്ടാക്കാൻ വന്നപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഫുള്ള് പൊളിക്കണം. പിന്നെ മുകൾ നോട്ട് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടില്ല. എത്ര ഇങ്ങനെ ഇട്ടേക്കാണ് ഇവിടെ വന്നേക്കണത്. നമ്മളെ കയ്യിൽ ഇപ്പോൾ അത്യാവശ്യത്തിന് ഇത്ര സാധനങ്ങളുണ്ട്. ഡയമണ്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ വന്നേക്കണ ഇത് നമ്മുടെ ബേസ്. ഇത് ഞാനിപ്പോൾ ഒരു പുതിയ ബിൽഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പണി എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ. പിന്നെ ഇത് നമ്മുടെ A2 ബ്രോയുടെ ബേസാണ്. A2യുടെ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ അവൻ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അവൻ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിലോട്ട് ഇത്ര കാര്യങ്ങളാണ് വന്നേക്കുന്നത്. അവ ഇത് ആക്കി വെച്ചിട്ടുണ്ട്, ക്ലൈം ചെയ്ത് വെച്ചിരിക്കണം. അതുകൊണ്ട് നമുക്ക് ചെസ്റ്റും കാര്യങ്ങളും തുറക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതാണ് നമ്മുടെ അശ്വിൻ്റെ ബേസ്, അശ്വിൻ ഗെയിമിങ്ങിൻ്റെ. അപ്പോൾ അശ്വിൻ്റെ ബേസാണ് ഇത്. നമുക്ക് ഇതൊന്നും തുറക്കാൻ പറ്റത്തില്ല, അവൻ ക്ലൈം ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഹൈഡ്രൻ്റെ ബേസ്. ഹൈഡ്ര പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. എന്നാണ് അവന് കംപ്ലീറ്റ് ആക്കുക. ഇതാണ് നമ്മുടെ ടീം ടവർ എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ. പിന്നെ ഇത് നമ്മുടെ സോൾ ബ്രോയുടെ ബേസാണ്. ഞാൻ കാണിച്ചു തരാം ഗേസ്. വേറെ ആരും നിങ്ങൾക്കൊന്നും പരിചയം ഉണ്ടാകത്തില്ല. A2നെ ചിലപ്പോൾ പരിചയം ഉണ്ടാവും. ബ്രോക്ക് ചാനലും കാര്യമൊക്കെ തന്നെ ഉണ്ട് ഗേസ്. ഇതാണിപ്പോൾ അത്രയാണ് ഇവിടെ വന്നിട്ടുള്ളത്. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പ്രത്യേകിച്ച് വീഡിയോ ഒന്നുമില്ല, ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്നുള്ളതാണ് വീഡിയോ. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ ഇട്ട് ഫുള്ള് കിറ്റ് ആവണം, എന്നാലും നമുക്ക് ഡ്രാഗനെ തട്ടാൻ പോകാൻ പറ്റുള്ളൂ. ഒന്ന് ഇവിടെ ഇരിക്കട്ടെ ഗേസ്. ഇതിൽ നമുക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ ഗേസ്. കണ്ട ഗേസ്, ഇതിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഒരു മിനിറ്റ് ഞാൻ അവരൊക്കെ ഒന്ന് ടീപ്പ് ചെയ്തോട്ടെ ഗേസ്. പിന്നെ നമ്മൾ അവനെ വിളിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഞങ്ങൾ ചെറിയ പീപ്പിങ് കാര്യങ്ങളൊക്കെ തന്നെ നടത്തി. അതിൻ്റെ ബ്രിഡ്ജിങ് ആണ് ഇത് കാണുന്നത് ഗേസ്. അപ്പോൾ പറഞ്ഞേക്കണ വെച്ചാൽ ഇവിടെ ഒരു ബ്രീഡർ ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വില്ലേജറും കാര്യമൊക്കെ തന്നെ ചത്തു പോയിട്ടുണ്ട്. എന്തായാലും ഞാൻ നമ്മളെ ടീം ബേസിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. എൻ്റെ ചങ്ക് ലോഡാവുന്നില്ല, എന്തോ ബഗ് അടിച്ചിട്ടുണ്ട്, ചങ്ക് ലോഡാവുന്നില്ല. എന്തായാലും അപ്പോൾ ടീം ബേസും കാര്യമൊക്കെ തന്നെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരണ്ട് ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ. ഞാൻ ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾക്കിതൊക്കെ കാണിച്ചു തരാമെന്നുള്ള ഒറ്റതുള്ളൂ. അപ്പോൾ ഇറ്റ്സ് മീ ഷാൻഫിൽ 444 സൈനിങ് ഔട്ട് ഫ്രം മൈൻക്രാഫ്റ്റ്. ബൈ.